ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മൾ എന്തിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. പലരും പോളിസികൾ എടുക്കാറുണ്ട്, പക്ഷെ പിന്നീട് അത് തിരിഞ്ഞു പോലും നോക്കാതെ എവിടെയെങ്കിലും അതിന്റെ ഡോക്യുമെന്റും കൊണ്ടേ വയ്ക്കും. ചിലപ്പോൾ അത് കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ടാവും, എന്നാൽ പോലും ആ ഒരു ഡോക്യുമെന്റ് പിന്നീട് പരിശോധിക്കുകയോ എടുത്ത് നോക്കുകയോ ഒന്നും ചെയ്യാറില്ല. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കയ്യിലുള്ള പോളിസികൾ അല്ലെങ്കിൽ ഡോക്യുമെന്റുകൾ നമ്മൾ ഇടയ്ക്ക് എടുത്ത് റിവ്യൂ ചെയ്യണം. കാരണം നമ്മൾ എന്നോ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ ഒരു സ്കീം നമ്മളുടെ ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ആവശ്യമായ പരിരക്ഷ തരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു സമയത്ത് എടുത്തു വെച്ചതായിരിക്കാം. അന്നത്തെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻകത്തിനനുസരിച്ച്, പ്രായത്തിനനുസരിച്ചൊക്കെ ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻകം കൂടിയിട്ടുണ്ടാവാം, ജോലി മാറിയിട്ടുണ്ടാവാം, കുടുംബമായിട്ടുണ്ടാവാം, കുട്ടികളുണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിരക്ഷ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഉയർന്നതായിരിക്കണം. അല്ലാതെ നമുക്ക് മുമ്പൊരു സ്കീമുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ മുമ്പെടുത്ത ഒരു സ്കീമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മാത്രം വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പരിരക്ഷ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളിലും പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ ജീവിതങ്ങളൊക്കെ വരുമ്പോൾ, നമുക്ക് കുടുംബം, കുട്ടികൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് അവിടെ വരുന്നത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നമ്മുടെ കുടുംബത്തിന് അതിൻ്റെതായ പരിരക്ഷ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തൊന്ന് റിവ്യൂ ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസസിനനുസരിച്ചിട്ടുള്ള ഒരു പരിരക്ഷ അവിടെ ഉണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ ഒരു എക്സ്പെൻസിന് വേണ്ടത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന്റെയോ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ട എക്സ്പെൻസിന് വേണ്ടത്, ഇതിനൊക്കെ ആവശ്യമായ ഒരു പരിരക്ഷ നമ്മുടെ കയ്യിലുള്ള പോളിസികൾ തരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇന്നത്തെ നമ്മുടെ ഇൻകം അനുസരിച്ചിട്ടും വരാൻ പോകുന്ന എക്സ്പെൻസിനനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ അത് പാകപ്പെടുത്തി പുതിയ പുതിയ സ്കീമുകൾ എടുത്തു വയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ മുമ്പ് എനിക്കൊരു പോളിസി ഉണ്ട്, അത് എന്നെടുത്തതാണോ, എത്ര തുകയാണോ ഒന്നും അറിയാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ എനിക്കൊരു പോളിസി ഉണ്ട്. അത് ധാരാളം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് ഒന്നും ആവില്ല. അന്നെടുത്ത ആ ഒരു സ്കീം കൊണ്ട് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വവും അതിന് പരിരക്ഷ കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കയ്യിലുള്ള സ്കീമുകൾ ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ ഇന്നത്തെ ഒരു ആവശ്യത്തിനനുസരിച്ചോ വരാൻ പോകുന്ന ആവശ്യങ്ങൾക്കനുസരിച്ചോ അത് പരിരക്ഷ നൽകുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ പുതിയ സ്കീമുകൾ എടുത്തു വച്ച് ആവശ്യമായ പരിരക്ഷ ഉറപ്പാക്കുക. ഇനി ഇതുവരെ ഒരു സ്കീമിലും ചേർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഗൈഡൻസിനും എന്ത് ഹെൽപ്പിനും ഞങ്ങളിവിടെയുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് ഞങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്കീമുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.